ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ഡിവേഴ്സിലൂടെ നഷ്ടപ്പെട്ടു പോയ എന്റെ ഇമേജ് വീണ്ടെടുക്കാൻ നീ എന്റെ കൂടെ നിന്നാൽ നിന്റെ ഭാര്യ തടവറയിലാകാതെ എന്നേക്കുമായി പുറത്തേക്ക് വരും. ജഗനന്റെ മകനാ. അവൻ വന്ന് ഒരു സഹായം ആവശ്യപ്പെട്ടാൽ ഞാനത് ചെയ്യും. ചെയ്തിരിക്കും. സഹായം ചെയ്തിരിക്കുന്നു. ഇത് പോലീസ് കേസാ. പരസ്യമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. വാ. നീ എന്താ വെടികൊണ്ട പന്നിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? അതെ, നിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടോ? ഓ, നിന്റെ വന്ദനേച്ചി ലോക്കപ്പിൽ കിടക്കുന്നതായിരിക്കും ഈ ചങ്കിടിപ്പിന്റെ കാരണം അല്ലേ? അതെ, അത് തന്നെയാ കാരണം. നീ കുറച്ചു നേരത്തെ എന്റെ വന്ദനേച്ചി ലോക്കപ്പിലാണെന്ന് അറിഞ്ഞപ്പോ അട്ടഹസിച്ച് ചിരിക്കുന്ന കണ്ടല്ലോ. അതിനെന്താ, എനിക്ക് സന്തോഷം വന്ന ഞാൻ ചിരിക്കും, ചിലപ്പോ കൂത്താടും. അത് എന്റെ ഇഷ്ടമാ. താലി കെട്ടിയവൻ ചങ്കു പടച്ച് തകർന്നു നിൽക്കുമ്പോ ഭാര്യ അട്ടഹസിച്ച് ചിരിക്കുന്നതേ ഭർത്താവിന്റെ പോക്കണം കേടാ. ജോലിയും കൂലിയില്ലാതെ ഭാര്യ വീട്ടുകാരെ ചെലവി കഴിഞ്ഞാ ചിലപ്പോ ഇതല്ല ഇതിനപ്പുറവും സഹിക്കേണ്ടി വരും. പക്ഷെ എന്റെ കൂടപ്പിറപ്പ് ലോക്കപ്പിൽ കിടക്കുമ്പോ നീ എന്റെ മുമ്പിൽ ആർത്തട്ടഹസിക്കരുത്. നിന്റെ തന്തയുടെ ചെലവില ഞാൻ കഴിയുന്നെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോകും. നീ മറക്കണ്ടടാ, നീ പ്രവർത്തിക്ക്. വെറുതെ അല്ലല്ലോ ലോക്കപ്പിൽ കിടക്കുന്ന്. ലഹരി മരുന്ന് കയ്യിൽ സൂക്ഷിച്ചിട്ടല്ലേ? വലിയ സഹോദര സ്നേഹവും കാണിച്ച് ഓടി പോലീസ് സ്റ്റേഷനിലോട്ട് പോയാലേ കൂട്ടുപ്രതിയാക്കി ജയിലിലേക്ക് അയക്കും പോലീസുകാര്. ഇത്രയും നാളും അമ്മായി അച്ഛന്റെ ചെലവിലാ ഉണ്ടിറങ്ങിയതെങ്കിലേ ഇനി അങ്ങോട്ട് സർക്കാരിന്റെ ചെലവിൽ ഉണ്ടിറങ്ങേണ്ടി വരും. അല്ല, നിന്റെ പരമപവിത്രയായ വന്ദനേച്ചി നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ കൂട്ടി നിന്നപ്പോഴും എന്റെ അച്ഛന്റെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കാൻ നോക്കിയപ്പോഴൊന്നുമേ നിന്റെ ഈ പൂങ്കണ്ണീരൊന്നും കണ്ടില്ലല്ലോ. നിന്റെ ചോരയ്ക്ക് നൊന്തപ്പോ നിനക്ക് നോവുന്നുണ്ടല്ലേ? അതുപോലെ തന്നെ എനിക്കും. എന്റെ അച്ഛനെ സ്ത്രീധന പീഡനം പറഞ്ഞ് അകത്താക്കാൻ നോക്കിയവളാ നിന്റെ പെങ്ങള് വന്ദന. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴൂന്ന് കേട്ടിട്ടില്ലേ? അതാ ഇവിടെ സംഭവിച്ചത്. എന്റെ വന്ദനേച്ചി ആർക്കെതിരെയും പരാതി കൊടുത്തിട്ടില്ല. അങ്ങനെ പരാതി കൊടുത്തു എന്ന് ആര് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കുകയില്ല. ഇനി അതിന്റെ പേരിൽ എന്റെ വന്ദനേച്ചിയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ട് ശിക്ഷിക്കാമെന്ന് ആരെങ്കിലും കരുതിയാ ഈ മനോജ് ചുമ്മാ ഇരിക്കില്ല. നിനക്കൊരു ചുക്കം ചെയ്യാൻ പറ്റില്ല. പറ്റുമെങ്കിൽ നീ എപ്പോഴേ പോയി നിന്റെ വന്ദനേച്ചി ഇറക്കിക്കൊണ്ട് വരുമായിരുന്നു. രാഷ്ട്രീയ സ്വാധീനവും അധികാരവും ഉള്ള എന്റെ അച്ഛനെ പോലുള്ളവരോട് കളിക്കാൻ നിന്നാലേ നീ പതയും നുരയും വന്ന് പകുതി വഴിക്ക് വീഴും. ശരിയാ, നിന്റെ അച്ഛനെ പോലെ പണവും സ്വാധീനമൊന്നും മനോജിനില്ല. ഞാൻ വെറും ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരനായ മാധവൻ നായരുടെ മകനാ. അതുകൊണ്ട് തന്നെ ചിലപ്പോ പകുതി വഴിയില് പതയും നുരയൊക്കെ വന്ന് വീണെന്ന് വരും. പക്ഷേ എന്റെ കൂടപ്പിറപ്പിന് എന്തെങ്കിലും പറ്റിയ നിന്റെ അച്ഛനാണെന്നൊന്നും നോക്കില്ല, തീർത്ത് കെട്ടും ഞാൻ. അതിനുള്ള ക്ഷത്രിയ രക്തമൊക്കെ എന്റെ അമ്മ ചന്ദ്രിക വർമ്മ പകർന്നു തന്നിട്ടുണ്ട് എനിക്ക്. എന്താ പരീക്ഷിച്ചു നോക്കുന്ന നീ?
എന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അവളെ രക്ഷിക്കാൻ നീ എന്തു ചെയ്യുവോ? എന്തു ചെയ്യും? എങ്കിൽ നീ വന്ദനയെ ഡിവോഴ്സ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ അവളെ വെറുതെ വിടാം. പിന്നീട് ഇത് സംബന്ധിച്ച് കേസോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സഹായം ചോദിച്ചു വന്നവന്റെ ചങ്കിലെ ചോര തന്നെ വേണോ അച്ഛന് ദാഹം തീർക്കാൻ? അച്ഛന്റെ ചെങ്കിലെ ചോര കുടിക്കാൻ പിറന്ന പിശാചാണ് ആ പെണ്ണ്. അവളോട് കണക്ക് തീർക്കാൻ എനിക്കിത് തന്നെ വേണ്ടിവരും. നിരുപാധികം ചെയ്ത കുറ്റത്തിൽ നിന്ന് അവളെ മോചിപ്പിക്കാം. പക്ഷേ ഈ കുടുംബത്തിലേക്കൊരു തിരിച്ചുവരവ് സാധ്യമല്ല. സ്വന്തം മകന്റെ ജീവിതം രക്ഷപ്പെടാൻ അച്ഛൻ നോക്കിയിട്ട് ഇത് മാത്രമേ ഉള്ളൂ മോനെ, ഏക മാർഗം. നിനക്ക് മനസ്സിലായോ? മയക്കുമരുന്നാണ് കേസ്, അറിയാലോ. കോടതിയിലെത്തിക്കഴിഞ്ഞ നിന്റെ ഭാര്യ റിമാൻഡില 90 ദിവസം. ധിക്കാരവും നിഷേധവും മാത്രം കൈമുതലായുള്ള ഒരു പെണ്ണിനെ ഇനി എന്റെ മകന് വേണ്ട. അതിനേക്കാളും ഭേദം എന്റെ വഴിയിലൂടെ ഈ നാടിനെ സേവിച്ചു നടക്കുന്ന അവിവാഹിതനായ ഒരു മകനെയാണ്. അതെ, വരാൻ പോകുന്നത് നിയമസഭാ ഇലക്ഷനാ. കരുണാകരക്കുറുപ്പിനിപ്പോ നിന്റെ അച്ഛയില്ലാതാക്കിയ കളങ്കം വീണ്ടെടുക്കാൻ എന്റെ മകന് കഴിയും. അച്ഛനെതിരെ കള്ളക്കേസ് ചുമത്തിയതാണെന്നറിഞ്ഞ മകൻ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചു. തെറ്റു മുഴുവൻ നിന്റെ ഭാര്യയ്ക്ക്, കുറുപ്പിന്റെ മരുമകൾക്ക്. ഈ ഡിവേഴ്സിലൂടെ നഷ്ടപ്പെട്ടു പോയ എന്റെ ഇമേജ് വീണ്ടെടുക്കാൻ നീ എന്റെ കൂടെ നിന്നാൽ നിന്റെ ഭാര്യ തടവറയിലാകാതെ എന്നേക്കുമായി പുറത്തേക്ക് വരും. മാനത്തെ കൊട്ടാ